ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് വ്ളോഗ് ചാനലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വ്ളോഗാണ്. ഒരു വ്യാഴാഴ്ച ദിവസത്തെ വ്ളോഗാണിത്. നമുക്കൊക്കെ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹാപ്പി ആയിട്ട്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ്. അതായത് വ്യാഴാഴ്ച വൈകുന്നേരമല്ല, രാത്രി ഒരു 10 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സലാലയിൽ കാബൂസ് മസ്ജിദിൻ്റെ അടുത്താണ്. അതെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാബൂസ് മസ്ജിദ് കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ അപ്പോൾ നമുക്ക് രാത്രി ആയതുകൊണ്ട് അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് സലാല കാബൂസ് മസ്ജിദ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെയാണ് നമ്മുടെ റാണിയ കൊമറിക്കൽ സെൻറ്റർ. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് റാണിയ. അപ്പോൾ എൻ്റെ കൂടെ മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ എക്സസൈസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ല, അപ്പം എല്ലാവർക്കും അറിയാം, സലാല നമ്മുടെ ഒരു കൊച്ചു കേരളം പോലെ തന്നെയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് മസ്ജിദ് കുറച്ചും കൂടി നല്ലൊരു ഇതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു തെങ്ങിൻ തൊടിയിലാണ്. അത് കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. തെങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കിട്ടാവുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും നമുക്ക് സലാലയിൽ കിട്ടും. പ്രത്യേകിച്ച് ഇതേ തെങ്ങടക്കം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയം, പിന്നെ അതുപോലെ ജോലി കഴിഞ്ഞ് വന്ന് ഫാമിലിയോടൊക്കെ കൂടിയിട്ട് എല്ലാവരും പുറത്തൊക്കെ പോകുന്ന ഒരു സമയമായതുകൊണ്ട് വണ്ടിയുടെയൊക്കെ നല്ലൊരു തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഇതൊന്നും ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കറക്റ്റ് തെങ്ങിൻ തൊടിയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ട, തെങ്ങിലൊക്കെ ഒരുപാട് തേങ്ങയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ഇളനീരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് എനിക്കതങ്ങോട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഇവിടെ മൊത്തം ഇതൊരു ചെറിയൊരു പാർക്ക് പോലെയാണ്. ഇവിടെയാണ് വ്യാഴാഴ്ച വൈകുന്നേരത്ത് ഏകദേശം ആൾക്കാരൊക്കെ വന്നിട്ട് ഒന്ന് ഒത്തുകൂടുന്നതും ഇവിടെ തന്നെ ഫുഡ് കഴിക്കുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ആൾക്കാർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഈ പുല്ലിൽ പച്ചപ്പ് വേണ്ട ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാറ്. അപ്പോൾ റോഡിലൊക്കെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ കയറിയെന്നായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ വേപ്പ്, കാര്യവേപ്പ്, അതൊക്കെ ഇവിടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇത് കണ്ട, കാര്യവേപ്പിൻ്റെ മരമാണിത്. അതുപോലെ ഇവിടെ
ഇവിടെയുണ്ട്. ഇവിടെ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ അരിവേപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിങ്ങനെ ഇടവിട്ട് നോക്കുമ്പോഴൊക്കെ അതെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഞങ്ങൾ രാത്രി വന്നിട്ട് അതായത് മുരിങ്ങക്കായ പൊട്ടിക്കുകയാണ്. അതെ 2-3 ആൾക്കാർ കൂടെ ഉണ്ട്. ഇതാ ഇത് കെട്ടിയവൻ, ഇത് കെട്ടിയവള്, അതെൻ്റെ മോൻ. ഇത് ലൈവായിട്ട് സൗണ്ട് കേൾക്കും കേട്ടാ. നാട്ടിലെ പോലെയല്ല ഇത്, കട്ടെടുക്കുകയൊന്നും വേണ്ട. ഇത് നമുക്ക് റോഡരികിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. ആർക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം. നമ്മുടെ നാട്ടിലെ പോലെ 2 മുരിങ്ങക്കായ് പൊട്ടിച്ച ചീത്ത പറയും, അങ്ങനെയൊന്നുമില്ല. അതിന്റെ പൂവും പൊട്ടിച്ചോ? ആ ഇതിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ് എല്ലാവരും. വരുന്ന വഴിയിൽ ഞങ്ങൾ അവരിനെ വെയിറ്റ് ചെയ്തു. ആ അപ്പൊ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ ആയിരിക്കും ഡ്യൂട്ടി ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ കുറച്ച് മുരിക്കന്റെ പൂവൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോ തല്ലി കൊല്ലും വീട്ടിലുള്ള അമ്മമാര്. അത് കളയല്ലേ അതിന്റെ ആ പൂവ് എടുക്ക്. ആ അപ്പൊ അതെ നാളെ നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങള്. മുരിങ്ങപ്പൂ പൂവും മുരിങ്ങക്കായും എല്ലാം ഇട്ടിട്ട് അതുകൊണ്ട് ഇതിന് മുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതങ്ങനെ ആരും വലിച്ചിട്ടൊന്നും പോലെ കൂടുതൽ ഉണങ്ങി പോകും ഇത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ റോഡരികിൽ കുറച്ച് കണ്ടപ്പോൾ അത് പൊട്ടിച്ചത്, അല്ലാണ്ട് ഇത് കട്ടെടുക്കുമൊന്നുമല്ല. അപ്പോൾ ഇതാ ഒരു മരത്തിലുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത മരത്തിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. ഇവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഞാൻ നേരത്തെ വേപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് മുരിങ്ങയൊക്കെ അത് ഇതുപോലെ റോട്ടിലുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ അത് ആർക്ക് വേണമെങ്കിലും ഇവിടെയുള്ള, അതായത് ഈ നാട്ടുകാർ ഈ മുരിങ്ങ കഴിക്കില്ല, അതായത് മുരിങ്ങ കഴിക്കില്ല, മുരിങ്ങയുടെ ഇല കഴിക്കില്ല, മുരിങ്ങക്കായ കഴിക്കില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ മുരിങ്ങൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഈ ഇല എന്ത് ചെയ്യാനാണ് നിങ്ങൾക്കെന്ന്. ഇതാ ഒരു മരത്തിലെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത മരത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടം പോലെ കേട്ടാ. ഒരാളുടെ മേലെ ഒരാൾ നിന്നിട്ട് മുരിങ്ങക്കായ് വലിക്കുകയാണ്. ഇതാണ് അയ്യോ മതി ഇനി ഇറക്കാൻ പറഞ്ഞു. രണ്ടാളും ഒക്കെ അല്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതുപോലുള്ള ഒരു കൊച്ചു സന്തോഷങ്ങളായിട്ടുള്ള വ്ലോഗുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.